പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ പാഥേയം പദ്ധതിയിലേക്ക് സഹായഹസ്തവുമായി നിരവധി പേർ രംഗത്ത്. പുനലൂർ സർവീസ് സഹകരണ ബാങ്ക് 25,000 രൂപ സംഭാവന നൽകി. വിഷുദിനം മുതലാണ് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പാഥേയം പദ്ധതി നടപ്പിലാക്കിയത്. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ കിടത്തി ചികിത്സ ലഭിക്കുന്ന എല്ലാ രോഗികൾക്കും ഒരു നേരം സൌജന്യ ഭക്ഷണം നൽകുന്ന പദ്ധതിയാണ് പാഥേയം. പുനലൂർ താലൂക്ക് ആശുപത്രി, പുനലൂർ നഗരസഭ, ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി എന്നിവയുടെ സഹായത്തോടെയാണ് പാഥേയം പദ്ധതി നടപ്പാക്കുന്നത്. സേവന സന്നദ്ധരുടെ നിർലോഭമായ സഹകരണമാണ് പദ്ധതിയുടെ വിജയം. നിരവധി സഹായമാണ് പദ്ധതിക്കായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പുനലൂർ സർവീസ് സഹകരണ ബാങ്ക് 25,000 രൂപ സംഭാവന നൽകി. പുനലൂർ നഗരസഭയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് ടൈറ്റസ് സെബാസ്റ്റ്യൻ തുക ചെയർപേഴ്സൺ ഗ്രേസി ജോണിന് കൈമാറി. വൈസ് ചെയർമാൻ എസ് ബിജു, എസ് എം ഖലീൽ, വസന്ത രഞ്ജൻ തുടങ്ങിയവർ സംബന്ധിച്ചു. വാർഡുകളിൽ അഡ്മിറ്റ് ആകുന്ന രോഗികൾക്ക് എല്ലാ ദിവസവും സൗജന്യമായി ഉച്ചഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് പദ്ധതി. അതിന്റെ ഭൗതിക സൗകര്യങ്ങൾ നഗരസഭ ഏർപ്പാടാക്കും. അതിന്റെ ഓർഗനൈസിംഗ് പാർട്ട് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയും ബന്ധപ്പെട്ട ചുമതലക്കാരായിട്ടുള്ള കൌൺസിലേഴ്സും ചേർന്ന് നിർവഹിക്കും. ദൈനംദിന ഭക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള തുക വിവിധ സംഘടനകൾ, വിവിധ സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്ന് കണ്ടെത്തും. ഇതാണ് അത് സംബന്ധിച്ചിട്ടുള്ള ഒരു ധാരണ. അതനുസരിച്ച് പദ്ധതി പ്രവർത്തനം ആരംഭിച്ചു. ധാരാളമായ സഹായങ്ങൾ പല നിലയിലായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഫലത്തിൽ എല്ലായിടത്തും ജനശ്രദ്ധ നല്ലതുപോലെ ഈ പരിപാടി സംബന്ധിച്ച് ആകർഷിക്കപ്പെട്ടിട്ടുണ്ട്. ആളുകളെല്ലാം ഇക്കാര്യത്തിലൊരു നല്ല താല്പര്യത്തോടെയും വലിയൊരു അംഗീകാരവും ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ലഭ്യമായി വരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.